your hidden glory in creation, now revealed in you, our Christ. What a beautiful name it is. What a beautiful name it is. You sing. The name of Jesus Christ, my King. What a beautiful name it is. Nothing compares to this. What a beautiful name it is. The name of Jesus. You didn't want heaven without us, so Jesus, you brought heaven down. My sin was great, your love was greater. What could separate us now? What a wonderful name it is. What a wonderful name it is. The name of Jesus Christ, my King. What a wonderful name it is. Nothing compares to this. What a wonderful name it is. The name of Jesus. What a wonderful name it is. The name of How sweet is your name, how good you are. We love to sing of your name, Lord. Love to sing of who you are. Death could not hold you. The veil tore before you. You silenced the boast of sin and grave. The heavens are roaring, the praise of your glory. For you are raised to life again. You have no rival, you have no equal. Now and forever, God, you reign. Yours is the kingdom, yours is the glory, yours is the സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ മന്നീടത്തിലടിയാൻ ജീവിക്കുന്നതെന്നും വന്നേനം ചെയ്യും തിരുനാമത്തിലെ ദേവ വന്നേനം ചെയ്യും തിരുനാമത്തിലെ സത്യം വാലേയുമെന്നെ കാവൽ ചെയ്തിടുവാനന്ദി േയുള്ള മകൾ അന്തിയുള്ള മകൾ എന്നോടുള്ള നിൻ സർവമങ്ങൾക്കായി ഞാനെന്തോ ചെയ്യേണ്ടുനീനേശുവരായി ഇപ്പോഴെന്തോ ചെയ്യേണ്ടുനീനേശുവരായി 20-ാം സങ്കീർത്തനം.
യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താകുമാറാകട്ടെ. നിന്റെ വഴിപാടുകളെയൊക്കെ അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടിയുയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തന്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ അവനെ ഉത്തരമരുളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവ രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട രാവിലെ സമയത്തിനായിട്ട് ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവ കൃപയിൽ ആശ്രയിച്ച് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലെ പ്രിയ സ്നേഹമുടെ ഈ എൻഗേജ്മെൻറ്റിനായിട്ട് നാം ഇപ്പോൾ ഒടിയൂർത്തിലേക്ക് കടന്നു പോവുകയാണല്ലോ. കഴിഞ്ഞ നാളുകളിൽ പ്രിയ പൈതലിൻ്റെ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കുടുംബമായി സഭയായി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സമയമായപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹത്തിൻ്റെ ആലോചന ദൈവത്താൽ വരുവാനായിട്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ ആലോചനയും കാര്യങ്ങളും എല്ലാം ദൈവകൃപയിൽ ആശ്രയിച്ച് തീരുമാനിക്കുവാനും ഇന്ന് പകലിൽ എൻഗേജ്മെൻറ്റും 26-ാം തീയതി ആ വിവാഹമൊക്കെ നടത്തുവാൻ നാം ദൈവകൃപയിൽ ശരണപ്പെട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നാം പ്രാർത്ഥിച്ച് ഒളിത്തോട്ടിലേക്ക് കടന്നു പോകുന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മോടുകൂടെ ഇരിക്കുവാനും അവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി തീരുവാനും ഒന്നിലൊരു പോരായ്മകളും ഉണ്ടാകാതെ എല്ലാ കാര്യത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ വലിയ സഹായവും നിയന്ത്രണവും നൽകി കാനാവിലെ കല്യാണ വീട്ടിൽ കടന്നു വന്ന് അവിടുത്തെ പോരായ്മകളെല്ലാം പരിഹരിച്ച് ആ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാക്കി തീർത്ത വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ശുശ്രൂഷയിലൂടെ നീളം തന്ന് എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തീർത്തു തരേണ്ടതിനായിട്ട് എല്ലാവർക്കും ഒരുമിച്ചും ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. വൈദ്യുതിൻ്റെ ജനനം മുതൽ ഇതുവരെയും ദൈവങ്ങളോടുകൂടെ ഇരുന്ന് ദൈവകൃപയിലും ദൈവഭക്തിയിലും ഒക്കെ പൈതലിനെ വളർത്തുവാൻ മാതാപിതാക്കളെ കർത്താവ് സഹായിച്ചു. നല്ല വിദ്യാഭ്യാസം ദൈവം കൊടുത്തു, നല്ല ജോലി ദൈവം കൊടുത്തു. വളരെ മാതൃകയോടെ ജീവിപ്പാൻ ദൈവം പ്രിയ പൈതലിന് തുക കൊടുത്തു. എല്ലാം ദൈവം ഭവനത്തോടും പ്രിയ പൈതലിനോടും ഇതുവരെയും ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഓർത്തും ദൈവത്തിന് നന്ദി കരയുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ചെയ്തെടുക്കുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ദൈവികമായ അനുഗ്രഹങ്ങളും പ്രിയ മകളുടെ മേൽ ദൈവം നൽകേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ശാരീരികവും മാനസികവും ആത്മീയവും ഭൗതികവുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളാലും ദൈവത്തിനെ കർത്താവ് നിറയ്ക്കേണ്ടതിനായിട്ടും നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രിയങ്ങൾ കർത്താവിൽ സഭയായി പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ, സഹോദരങ്ങളൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പോലെ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, ഞാനൊരു തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കുകയല്ല. ദൈവമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തുണയെ നൽകേണ്ടത്. അങ്ങനെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണത്. ദൈവസന്നിധി ഞങ്ങൾ പ്രാർത്ഥിച്ചു. നാളിന്റെ സമയമായപ്പോൾ മകൾക്ക് തക്കതായ ഒരു തുണയെ ഞങ്ങൾ അന്വേഷിച്ചു. ജനനം മുതൽ ദൈവം പകർന്ന എല്ലാ ദൈവങ്ങളായി ഇവിടുത്തെ നല്ല വിദ്യാഭ്യാസത്തിനായി, നല്ല ജോലിക്കായി,
എല്ലാത്തിലുപരിയായി ദൈവകൃപയിലും ദൈവഭയത്തിലും വളരുവാൻ ദൈവത്തെ ഭയപ്പെട്ട് ചെയ്യുവാൻ ദൈവം കൊടുത്ത ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. അവനെന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. ദൈവത്തോട് പറ്റിയിരിക്കാൻ, ദൈവത്തിന്റെ നാമത്തെ അറിയിക്കാൻ ഭാഗ്യമാണല്ലോ ഏറ്റവും വലിയ ഭാഗ്യം. ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവം ഉയർത്തുകയും മാനിക്കുകയും ചെയ്യുമെന്ന കർത്താവിന്റെ വാഗ്ദത്തമാണ്. ദൈവത്തോളം മാനിച്ചു. അപ്പോൾ കർത്താവിനെ ഞങ്ങൾ ദൈവത്തിൽ ആഗ്രഹിച്ചതുപോലെ ഇന്ന് ആ വിവാഹ നിശ്ചയം നിങ്ങൾ ആ കുടിച്ചോടത്തിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഒടിയങ്ങളോട് കൂടെ ഇരിക്കണം. അവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ സഹായം. ഞങ്ങൾ പോരായ്മകളുള്ളവരാണ്, ഞങ്ങൾ കുറവുള്ളവരാണ്. എന്നാൽ ദൈവം ആലോചനയിൽ വലിയവനാണ്, പ്രവർത്തി ശക്തിമാനാണ്. ഞങ്ങളുടെ എല്ലാ മാനുഷിക പോരായ്മകളും എല്ലാം അനുഗ്രഹമാക്കി തീർക്കുവാൻ ഞങ്ങളുടെ കർത്താവിന് കഴിയും. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഇങ്ങോട്ടുള്ള യാത്രയിലും അവിടെയുള്ള ശുശ്രൂഷകളിലും ഭക്ഷണ കാര്യങ്ങളിലും എല്ലാം ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും അനുഗ്രഹവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന ജനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാനിടയാക്കും. ദൈവദാസന്മാരെ ഒക്കെ ശുശ്രൂഷകൾക്കായി ദൈവം ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സ്വർഗീയമായ അനുഗ്രഹങ്ങളും പ്രിയമകണമേ ദൈവം നൽകിയിരിക്കാതെ സ്തോത്രം സഹിക്കാനായി പ്രാർത്ഥിക്കുന്നു. വിചാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബാട്ടിന് മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങൾക്കായി ഉദ്യോഗാദികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ തലമണക്കിയിരിക്കുന്ന എല്ലാവർക്കായിട്ട് സ്തോത്രം. എല്ലാവരുടെ മേലും ദൈവത്തിന്റെ അനുഗ്രഹം നൽകുമാറാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അതിമഹത്വമുള്ള നാമത്തിൽ അനുഗ്രഹമായിരിക്കും. വചനം പോലെ അനുഗ്രഹ വിഷയമാക്കി ദൈവം പൈതലിനെ യേശുമൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ. ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും കാണും നമ്മോടും തുടർന്ന് നടക്കുന്നതായ നമ്മുടെ ശുശ്രൂഷകളോടും കൂടെ ഇന്ന് മുതൽ നേരിട്ടും നമ്മുടെ കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ്, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല പകൽക്കാലത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഇന്ന് രാവിലെ സമയം
കൂടി വരുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് വാത്സല്യ സഹോദരങ്ങളുടെയും വാത്സല്യ സഹോദരൻ ലോയന്റെയും ഇരു കുടുംബങ്ങൾ തമ്മിൽ കർത്താവെ കാണുവാനും പ്രിയപ്പെട്ടവർ തമ്മിൽ കണ്ട് പരസ്പരം ഇഷ്ടപ്പെടുവാനും ആ ഇഷ്ടപ്പെട്ടതിന്റെ ധാരണയനുസരിച്ച് ഇന്ന് പകൽക്കാലം എൻ്റെ മക്കളുടെ വിവാഹത്തിന്റെ എൻഗേജ്മെന്റ് ഇവിടെ വെച്ച് നടത്തുവാൻ, ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാൻ ഇരു കുടുംബങ്ങളും കാര്യങ്ങളെ ക്രമീകരിച്ച് ഇതിനെ ഓർത്ത് ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അടിമാലിൽ നിന്ന് കർത്താവിന്റെ വൃത്തിനോട് അവരുടെ പ്രിയപ്പെട്ടവർ യാത്ര ചെയ്ത് സൗഖ്യത്തോടെ ഇവിടെ കടന്നു വരുവാൻ കർത്താവ് അവസരം നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നീ ഉയർത്തുമാറാകട്ടെ. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് സഹായം വഹിക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകൾക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യത്തെ വർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടിയുയർത്തും. യഹോവ നിന്റെ അപേക്ഷകൾക്കെയും വർത്തിക്കുമാറാകട്ടെ. യഹോവ നിന്റെ അഭിഷിക്തനെ രക്ഷിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ നിന്റെ ഇഷ്ടസ്വപ്നത്തിൽ നിന്ന് തന്റെ വനങ്ങളുടെ ചകരമായ പ്രവർത്തികളാണ് വ്യക്തപ്പെടും. ചിലർ രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ച് കീർത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെയും അനുഗ്രഹത്തിനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തലകളെ ഉണക്കി പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കർത്തദാസന്മാർ മുൻപോട്ട് കടന്നുവന്ന പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രധാനമായിട്ട് പാസ്റ്റർ ജോർജ് മുന്നേറും. തുടർന്ന് പാസ്റ്റർ PC മോനിച്ചൻ യുവയുടെ അടിമാലി സഭയുടെ പാസ്റ്ററാണ്. പാസ്റ്റർ മോനിച്ചൻ ജോർജ് മുതൽ പാസ്റ്റർ PC മോനിച്ചൻ പാസ്റ്റർ ഇപ്പോൾ മുൻപോട്ട് കടന്നുവന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളും കർത്താവേ ആകുന്ന ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നു വന്ന പ്രേമികളുടെ വിവാഹ നിശ്ചയത്തോടെ ബന്ധത്തിൽ ഈ ഓഡിറ്റോറിയത്തിനായിരിക്കാൻ ദൈവം തന്ന നല്ല സാവകാശങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു.
ദൂരങ്ങളിൽ യാത്ര ചെയ്ത് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ അങ്ങയുടെ വിലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശൈശാന കുടുംബത്തെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. இந்த പകൽക്കാലം ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപയുടെ കരം നീട്ടി ദൈവത്തിന്റെ മക്കളെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് ദൈവസ്മൃതിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യന്റെ എങ്ങനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ട് തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്ത ഒരു നല്ല ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞങ്ങൾ ആയിരിക്കുന്നതെന്നുള്ള ബോധ്യത്തോടെ ഇവിടെ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ സർവശക്തനായ ദൈവത്തോട് സഹായിക്കേണ്ടതിന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ലേഡിയിലെ കർത്തദാസൻ തുടർന്നുള്ള ശുശ്രൂഷകൾ നടത്തുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ പരമാർത്ഥ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങ് എല്ലാം നന്മയ്ക്കായി ചെയ്യണമേ. സ്വന്തമായി ഉചിതമായി ചെയ്യുവാൻ കഴിവുള്ള അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥനകളും യാചനകളും കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, കരുണയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. അനുഗ്രഹിക്കപ്പെട്ടതും വിലയിരുതുമായി നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ അഭിമാനിയും ഞങ്ങൾ പ്രാർത്ഥിച്ച് തുറക്കട്ടെ. ഞങ്ങളുടെ പ്രിയപ്പന്റെ വിവാഹ നിശ്ചയത്തോടുബന്ധത്തിൽ ഇവിടെ എത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിച്ച ദൈവമേ, ഞങ്ങളുടെ വാഗ്ദത്തയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പണ്ട് നടക്കുന്ന ഈ വിവാഹ നിശ്ചയ സൂക്ഷികളെ കർത്തൃകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങ് ആലോചനയിൽ വലിയൊരു പ്രവൃത്തി ശക്തമാകയാൽ ഞങ്ങൾ ചിന്തിക്കുന്ന ചിന്തകളെല്ലാം ദൈവസാന്നിധ്യത്തോട് നിറച്ച് മുൻപോട്ടുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായി നടപ്പാൻ കർത്താവ് സഹായിക്കണമേ. ജോയിനെ പപ്പയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ബന്ധുക്കൾ ചാച്ചക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. നിധിയുടെ പപ്പയ്ക്കായി മമ്മിക്കായി സഹോദരന്റെ കുടുംബക്കായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട എല്ലാ കർത്തദാസന്മാർക്കായി സ്തോത്രം. ബന്ധുക്കളായി ചാച്ചക്കാരായി ദേശക്കാരായി സഹോദരങ്ങളായി കടന്നുകൊണ്ട് എല്ലാവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷകൾ തുടർന്ന ചിന്തകളെല്ലാം തിരുനാമത്തിൽ മഹത്വത്തിന് കാരണമാക്കി തീർക്കണം. അധ്യക്ഷനായി പ്രാർത്ഥിക്കുന്നു. നന്നായി കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തോട് നിറയ്ക്കുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വം അർപ്പിക്കുന്നു. ക്രിസ്തുവേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തോട് കേൾക്കുമാറാകണമേ. കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലീഡിയയുടെയും ജോയിന്റെയും വിവാഹ നിശ്ചയത്തിനായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ അനുഗ്രഹീതരായിട്ടുള്ള കർത്താവിൻ്റെ ദാസന്മാർ സ്റ്റേജിലും താഴെയുമായിട്ടുണ്ട്. അവയെല്ലാം ഓർക്കുന്നു. പ്രത്യേകിച്ച് ചർച്ച് തിരുവല്ല സെൻട്രലിൻ്റെ പാസ്റ്ററായിട്ട് സുസ്ഥിരമായ സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ PM ഫിലിപ്പൻ അവർ ഈ ശുശ്രൂഷയിലുണ്ട്. അതുപോലെ തന്നെ ഈ സെൻട്രലിൻ്റെ സെക്രട്ടറി ആയിട്ട് ശുശ്രൂഷ നിർവഹിക്കുന്ന പാസ്റ്റർ കെ കുര്യാക്കോസ് അവർ ഈ ശുശ്രൂഷയെ സമർപ്പിക്കുന്നു. ഇടയായ ഈ സദസ്സിനെ പരിചയപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷം. പാസ്റ്റർമാരായ ഞങ്ങൾക്കറിയാം, എല്ലാ സന്ദർഭങ്ങളിലും അങ്ങനെ ഒരു സന്തോഷത്തോടുകൂടി ഞങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് കഴിയാത്ത സന്ദർഭങ്ങൾ. എന്നാൽ പ്രിയ വൈദ്യുതിയെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ഞങ്ങളുടെ കുടുംബാലയ അനുഭവത്തിൽ സഭയെ സംബന്ധിച്ചിടത്തോളം ഓരോ കുടുംബത്തിലുള്ള ഓരോരുത്തരോടും ചോദിച്ചാൽ ഇലയെ പറ്റി, ഇലയുടെ ആങ്ങളുടെ ഭാഷയെ പറ്റിയും ചോദിച്ചാൽ ഇത്ര മാത്രം മാതൃകയോടെ ദൈവഭയത്തോടെ വളരെ അച്ചടക്കത്തോടെ ജീവിക്കുന്ന ഒരു കുഞ്ഞുങ്ങൾ സഭയിലില്ല, ദേശക്കാരോട് ചോദിച്ചാൽ ദേശത്തിലില്ല എന്ന് എല്ലാവരും ഒരുപോലെ സാക്ഷ്യമുണ്ട്. ഞാനിവിടെ മുഖസ്തുതി പറയുകയില്ല. ഞാൻ ഓരോ ഭവനങ്ങളിലും വിസിറ്റിങ്ങിന് ചെല്ലുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് തന്നെ കേൾക്കുന്ന ആ വാക്യത്തെ വെളിച്ചത്തിലാണ് ഞാനിവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ പ്രിയ മകളെ പരിചയപ്പെടുത്തുന്നത് ഈ സുഹൃത്തിലായിരിക്കും. പ്രിയ സൈറ്റാനെ സംബന്ധിച്ചിടത്തോളം പ്രിയ മാർട്ടിൻ ലിയായുടെ ആങ്ങളെ, അദ്ദേഹം ദുബൈയിലാണ് 10 ദിവസത്തെ അവധിക്ക് വന്നതാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവോധന ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ പറഞ്ഞ ഞായറാഴ്ച 1/2 മണിക്കൂർ ശക്തമായ മെസ്സേജ് ദുബൈയിലെ ചർച്ചിലും ദൈവോധന ശുശ്രൂഷ ചെയ്യും. അപ്പോൾ ഈ
ഈ കുഞ്ഞുങ്ങൾ ഇത്രമാത്രം ദൈവാശ്രയത്തിലും ദൈവഭയത്തിലും അവർ സ്വയമേ വളർന്നു വന്നതല്ല. അതിൻ്റെ പിന്നിൽ മാതാപിതാക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയും അവരുടെ മാതൃകയും അവരുടെ ഉപദേശവും ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയ സൈജാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം BSNL ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായി ചില വർഷങ്ങൾക്ക് മുമ്പാണ് റിട്ടയർഡ് ആകുവാനായിട്ടിടയായിത്തീരുന്നത്. അദ്ദേഹം ഇപ്പോൾ സമയമുള്ളത് കൊണ്ട് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുവിശേഷകരായിരുന്നു. സ്തോത്രം. പാസ്റ്റർമാർ ചെയ്യുന്നതിനേക്കാളും നമുക്കറിയാം, സന്തോഷ് പാസ്റ്റർക്കൊക്കെ ഒരു പരസ്യവും നടത്തുന്ന ഒരു ടീമുണ്ട്, പ്രിയപ്പെട്ടവർ കൂടി. മിക്കവാറും ആ ടീമിൽ പരസ്യയോഗത്തിന് പോവുകയും പാട്ടുപാടുകയും ആ ശുശ്രൂഷയെ സംബന്ധിക്കുകയും സഹിക്കാൻ ചെയ്യുന്നു. ഞാൻ ഈ സഭയിൽ വന്നതിന് ശേഷം ഞങ്ങൾ ട്രാക്ട് കൊടുക്കാനായിട്ട് സഹിച്ചാന് സമയമുള്ളതുകൊണ്ട് ഞാൻ വിളിക്കും. ആ ട്രാക്ട് കൊടുക്കാൻ ലഘുലേഖ, സുവിശേഷത്തിൻ്റെ ലഘുലേഖ കൊടുക്കാനായിട്ട് വിളിക്കുമ്പോൾ തനിക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ കൂടെ ഇനി അത് നാളെ ചെയ്യാം, ഇന്ന് നമുക്ക് പോയി സുവിശേഷത്തിൻ്റെ ലഘുലേഖ കൊടുക്കാം എന്നും പറഞ്ഞ് എന്നോടോട് വന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അനേക ഭവനങ്ങൾ സുവിശേഷത്തിൻ്റെ ലഘുലേഖകൾ കൊടുക്കാൻ, അങ്ങനെ ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി വളരെ ഞാനീ പറയാറുണ്ട്, ഈ BSNL എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ജനത്തെ കണക്ട് ചെയ്യുന്ന സഹിച്ചാനെ. അപ്പം ഇപ്പോൾ ആ സമയത്ത് തന്നെ ദൈവവുമായിട്ടും ആൾക്കാരെ കണക്ട് ചെയ്യിക്കുന്ന, ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവരെ ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷ അന്നും ചെയ്തു. ഇപ്പോൾ സമയമുള്ളതുകൊണ്ട് അതിനധികം ചെയ്യുക. ഞാനിവിടെ കൂടുതലായിട്ടും ഉപസ്തുതിയായിട്ടും ഒന്നും പറയില്ല. പ്രിയാൻ്റെയെ സംബന്ധിച്ചിടത്തോളം വളരെ മാതൃകയോടും കണ്ണുനീരോടും കൂടെ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം സഹിച്ചാൻ്റെ അനിയൻ PC അനിൽ പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ ഭർത്താവ് ഒരു പാസ്റ്ററാണ്. പ്രിയാൻ്റിയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് വളരെ വർഷങ്ങളായി വടക്കേന്ത്യ സുവിശേഷവേല ചെയ്യുന്ന ആൾക്കാരാണ്. ചുരുക്കം പറഞ്ഞാൽ എല്ലാവരും ദൈവവേല ചെയ്യുന്ന, ദൈവവേലയോട് വളരെ സ്നേഹവും കൂറുമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഫാമിലിയാണ്. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ ഒത്തിരി പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവസന്നിധി സഹിച്ചാൻ പറയാറുണ്ട്, സമയമൊന്നും പോയിട്ടില്ല. വാറ്റി വിചാരിക്കും, അയ്യോ സമയം ഒത്തിരി പോയി. അപ്പോൾ സഹിച്ചാൻ പറയും, സമയമൊന്നും പോയിട്ടില്ല. ദൈവം സമയത്തിന് മുമ്പേ ഒന്നും ചെയ്യത്തില്ല, സമയം കഴിഞ്ഞ് ഒന്നും ചെയ്യത്തില്ല. ദൈവം തക്ക സമയത്താണ് ചെയ്യുന്നത്. അപ്പോൾ തക്ക സമയത്ത് പ്രാർത്ഥനയുടെ മറുപടി കാണാനായിട്ട് ദൈവം ഇടയാക്കിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയവൈദ്യനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തന്നെ ജോയലിനെ സംബന്ധിച്ചിടത്തോളം, ജോയലിനെ നമ്മുടെ അടിമാലി സജിത് പാസ്റ്റർ വളരെ ദീർഘവർഷങ്ങളായി അടിമാലിയിലെ സെൻട്രൽ പാസ്റ്ററായിട്ടും ഇപ്പോൾ റീജിയൻ പാസ്റ്ററായിട്ടും ശുശ്രൂഷിക്കുന്ന അനുഗ്രഹീത ദൈവദാസനാണ്. ഇപ്പോൾ അവിടുത്തെ പാസ്റ്ററാണ് പ്രിയ മോഹൻചൻ പാസ്റ്റർ. മോഹൻചൻ പാസ്റ്റർ വിളിച്ചപ്പം പറയുകയായിരുന്നു, സജിത് പാസ്റ്റർക്ക് ജോയലിൻ്റെ ഭവനത്തെ വളരെ വർഷങ്ങളായിട്ട് അറിയാം. അദ്ദേഹം അടിമാലി സ്വദേശിയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമാണ്. വളരെ മാതൃകയോടുകൂടി ജീവിക്കുന്ന, വളരെ വിശ്വസ്തയോടുകൂടി കർത്താവിനെ സേവിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഫാമിലിയാണ് ജോയലിൻ്റെ ഫാമിലി. അദ്ദേഹത്തിൻ്റെ ഫാമിലി, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെല്ലാം വളരെ വിശ്വസ്തയോടെ. അപ്പോൾ ഞാൻ ഓർത്തു, തീർച്ചയായിട്ടും ആമേൻ ഇത് ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ്. തക്ക തുണയെ ആമേൻ അവർക്ക് വേണ്ടി രണ്ടും ഒരുപോലെ ദൈവവേല ചെയ്യുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ഫാമിലിയാണ്. ഈ വിവാഹം യഹോവയാൽ വരുന്നു. ഇത് പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം തന്നെ അവർക്ക് നൽകി കൊടുത്തതാണ്. ആ എല്ലാ കാര്യങ്ങളും ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ദൈവമാണ് വിഭാഗം സ്ഥാപിച്ചത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ബുദ്ധിമാന്മാരുടെയോ ഈ ലോകത്തിലെ പണ്ഡിതന്മാരുടെയോ ഏതെങ്കിലും മനുഷ്യരുടെയോ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയമല്ല വിവാഹം എന്ന് പറയുന്നത്. അതിൻ്റെ സ്ഥാപകൻ ദൈവം തന്നെയാണ്. ദൈവം തന്നെയാണ് കണ്ടത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഞാൻ അവന് തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കും. ദൈവം മനുഷ്യൻ തന്നെ കണ്ടുപിടിക്കുകയല്ല, തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കളുടെ അനുവാദമൊന്നുമില്ലാതെ കുഞ്ഞുങ്ങൾ തന്നെ അവരെ തന്നെ സ്വയമായി തിരഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ അപകടങ്ങളും കുടുംബജീവിതത്തിലുണ്ട്. എന്തായാലും പറഞ്ഞതുപോലെ ഒരപ്പൻ ചെന്ന് മോൻ ചെന്ന പിതാവിനോട് പറഞ്ഞു, പപ്പ നാളെ കഴിഞ്ഞ് എൻ്റെ വിവാഹമാണ്, പപ്പായും കൂടെ വരണം എന്ന് ഞാനിങ്ങനെ എല്ലായിടത്തും പറയാറുണ്ട്. കാരണം അച്ഛനത് അറിഞ്ഞിട്ടില്ല ഇവരുടെ വിവാഹത്തിൻ്റെ കാര്യം. അങ്ങനെ സ്വയമായി സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം തീരുമാനപ്രകാരം മുൻപോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണിത്. എന്നാൽ പ്രിയ കുഞ്ഞുങ്ങൾ അച്ചടക്കത്തോടെ മാതാപിതാക്കൾ എന്തു പറയുന്നു അതിനെ അനുസരിച്ച് ദൈവവഴിയിലൂടെ അവർക്ക് മുൻപോട്ട് പോകുവാനിടയായി. അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത ദിവസം അവൻ ആരംഭിക്കാൻ പോകുന്ന കുടുംബജീവിതം
ദൈവത്താൽ ഏറ്റവും അനുഗ്രഹമായി തീരും. അത് ഈ കുടുംബങ്ങൾക്കും അനുഗ്രഹമായി തീരും. അത് ദൈവനാമത്തിന് മഹത്വകരമായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഞങ്ങളുടെ ഈ സൈജാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞങ്ങളുടെ സഭയുടെ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്ന ഒരാളും കൂടെയാണ്. ഞങ്ങളുടെ റീജിയന്റെ പ്രതിപുരുഷനാണ്. സെക്ഷനിൽ നിന്നും സഭയുടെ പ്രതിപുരുഷനാണ്, സഭയുടെ സെക്ഷൻ പ്രതിപുരുഷനായിട്ടും പിന്നെ സെന്ററിന്റെ പ്രതിപുരുഷനായിട്ടും സെന്ററിൽ നിന്നും 2 സെന്റർ കൂടുന്ന റീജിയന്റെ പ്രതിപുരുഷനായിട്ടും ഒക്കെ അദ്ദേഹം തിരഞ്ഞെടുത്ത ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരാളാണ്. ഇതെല്ലാം ദൈവത്താൽ തനിക്ക് ദൈവം നൽകുന്നു. ദൈവനാമത്വത്തിനായി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതലായി ഈ കുടുംബങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. നാമത്തിൽ ഒന്നറിയിക്കുന്നു. ഞാൻ പ്രിയ ഷൈലജയുടെ മൂത്ത സഹോദരനാണ്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്ന് കൂടി വന്നിരിക്കുന്ന ഉദ്ദേശം പരസ്യമായി പ്രസ്താവിക്കേണ്ടതാണ്. നമുക്ക് ഏവർക്കും അറിയാം, ഇവിടെ പലവട്ടം ആ വിഷയത്തെപ്പറ്റി സംസാരിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ഒരു ചടങ്ങിൻ്റെ ഉത്തരവാദിത്വം എന്ന നിലയിൽ അത് അറിയിക്കേണ്ടത് ആവശ്യമായ കാര്യം. കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഈ ചടങ്ങ് നടത്തുന്ന ഈ പ്രിയപ്പെട്ടവരുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ ഈ വിഷയം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അളിയൻ മാത്യു PC, സഹോദരി ഷൈലജ, ഇവരുടെ കുടുംബജീവിതത്തിൽ ദൈവം 2 മക്കളെ ദാനമായി നൽകി. അതിൽ മൂത്ത മകളാണ് ലിഡിയ. ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കും. മകളുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം BSc നഴ്സിംഗ് അഡ്മിഷൻ ലഭിക്കുകയും അത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. അതിനുശേഷം ഡൽഹി 2 വർഷം പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് ഇടയായി. കോവിഡിനോടുള്ള ബന്ധത്തിൽ നാട്ടിൽ തിരിച്ചു വന്നു. കുറച്ച് നാൾ തിരുവനന്തപുരത്തും പിന്നീട് ഇപ്പോൾ പുഷ്പഗിരി ഹോസ്പിറ്റലിലും നേഴ്സായി വർക്ക് ചെയ്തു. അവളുടെ ജനനം മുതൽ ഈ സമയം വരെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കാര്യം പ്രിയ പൈതലോട് കൂടിയിരുന്നു. 2 മക്കളും ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഈ ഒരു സന്തോഷ നിമിഷത്തിൽ അവളെക്കുറിച്ച് വളരെ അഭിമാനത്തോടുകൂടി പറയുവാനായിട്ട് കഴിയും. സഭയ്ക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലും നാട്ടിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പ്രവർത്തി ജീവിപ്പാൻ പ്രിയ പൈതലിന് ദൈവം അവസരം കൊടുത്തു. അവൾ കടന്നുപോയ സ്ഥാനത്തൊന്നും ഒരു ദോഷവും ഭവിക്കാതെ ദൈവം അവളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി അനുഗ്രഹിക്കപ്പെട്ട നിലയിലും ദൈവം പ്രവർത്തിച്ചു നോക്കുന്ന ദൈവത്തിന് നന്ദി പറയുകയാണ്. ചിലപ്പോൾ ഞങ്ങൾക്കും മറ്റു പലർക്കും ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. അവരുടെ വിഷയത്തിൽ കല്യാണമൊന്നും നടക്കുന്നില്ലല്ലോ. എന്നാൽ ദൈവദാസൻ പറയുന്നത് പോലെ തക്ക സമയത്ത് ദൈവം അവർക്ക് വേണ്ടി സകലം നന്നായി ചെയ്തു. ദൈവം സകലം നന്നായി ചെയ്യുന്നത് ദൈവമാകിയാൽ ഞങ്ങളും ആ വിഷയം ദൈവത്തിൻ്റെ കാര്യങ്ങളാണ് സമർപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രിയ ജോയിന് ഇവിടെ കടന്നു വന്നു. താല്പര്യം അറിയിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഈ വീട്ടുകാരുടെയും സമ്മതത്തോടുകൂടി വിവാഹം നടത്താമെന്നുള്ള ധാരണയായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് പലക്കാരും എല്ലാ പ്രിയപ്പെട്ടവരെയും ഇവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. ഇന്ന് അവരുടെ വിവാഹ നിശ്ചയം നടത്തുവാനായിട്ടാണ് ആഗ്രഹിച്ചത്. അടുത്ത ദിവസം 26-ാം തീയതി വിവാഹം നടത്തണമെന്ന് ഞങ്ങൾ വീട്ടുകാർ തമ്മിൽ ചെറിയ ധാരണ ഉണ്ടായിട്ടുണ്ട്. അത് പരസ്യമായി ഇവിടെ ബന്ധപ്പെട്ടവർ അറിയിക്കും. എന്നാൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ സകല വിഷയം സമർപ്പിക്കുകയാണ്. ഇത്രത്തോളം ഭംഗിയായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ സർവകൃപാലമായ ദൈവത്തിന് കൃപ തോന്നി ഞങ്ങളോടും ഈ കുടുംബത്തെ എത്രത്തോളം ധൈര്യമായി അനുഗ്രഹിച്ചു ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പൈതലിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ തുടർന്നും പ്രാർത്ഥനയിൽ കുടുംബത്തെ
വഹിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കുടുംബത്തിന് വേണ്ടി വന്ന നന്ദി ഒരു പ്രാവശ്യം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ. ഞാൻ ജോലിൻ്റെ പപ്പയുടെ ചേട്ടനാണ്. ഇന്നിവിടെ ഞങ്ങൾ കടന്നു വന്നപ്പോൾ ഇടയായിത്തീർന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിവാഹത്തിന് വേണ്ടിയുള്ള എൻഗേജ്മെൻറ്റ് ഈ ദിവസം കുടുംബങ്ങൾ കൂടി തീരുമാനിക്കുകയും അടുത്ത 26-ാം തീയതി അടിമാലിയിൽ അടുത്തുള്ളൊരു സ്ഥലമായ 200 ഏക്കറിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് അടുത്ത് തന്നെ 1000 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് വിവാഹം നടത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് ഒരു മുൻകൂർ അറേഞ്ച്മെൻറ്റ് പോലെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തതും ഇന്നിവിടെ തീരുമാനിക്കുവാനായിട്ട് നമുക്കൊരവസരം ലഭിക്കുന്നു. നിങ്ങളെല്ലാവരും അതിന് സാക്ഷികളാകും. ഈ പ്രിയപ്പെട്ട മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്ക് നന്ദികളെ അറിയിച്ചുകൊണ്ട് നന്ദി വാഗ്ദാനം ഓർപ്പിച്ചത് പ്രിയ ലിഡിയായും ജോയിലും തമ്മിലുള്ള വിശുദ്ധ വിവാഹം ഈ മാസം ഒക്ടോബർ മാസം 26-ാം തീയതി വ്യാഴാഴ്ച 10:30 മണിക്ക് അടിമാലി ശാരദ സഭയുടെ ചുമതലയും അടിമാലി 1000 ഏക്കർ സെൻറ് തോമസ് കത്തോലിക്ക പാരിഷ് ആരംഭിച്ച് നടത്തുവാനായിട്ടാണ് പ്രിയപ്പെട്ടത് ധാരണയായിരിക്കുന്നതെന്നാണ് ഇവിടെ പൊതുവായി പറയുവാനായിട്ടിടയായത്. ഈ കാര്യത്തിന് ദിവസത്തിന് സ്ഥിതിക്കൊന്നും മാറ്റമില്ലല്ലോ. ആ ഡേറ്റിൽ തന്നെ ആ വിവാഹം നടക്കുന്നതായിരിക്കും. Jesus, I believe in you, and I will go.
വിവാഹ നിശ്ചയം രേഖയാക്കിയിട്ടുണ്ട്. അതിവിടെ പരസ്യമായി വായിക്കുന്നു. ദൈവേഷ്ടമായ പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ കുന്നന്താനം വില്ലേജിൽ പറക്കടവിൽ വീട്ടിൽ ശ്രീമാൻ PC മാത്യുവിൻ്റെയും ശ്രീമതി ശൈലജ മാത്യുവിൻ്റെയും മകളും കുന്നന്താനം രഹബോത്ത് ശാലോം ഫെലോഷിപ്പ് സഭാംഗവുമായ ലിഡിയ P മാത്യുവും ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ മഞ്ഞാംകണ്ടം വില്ലേജിൽ തേന്മാൻകുഴിയിൽ വീട്ടിൽ ശ്രീമാൻ ബാബു വർഗീസിൻ്റെയും പരേതയായ ശ്രീമതി ലിസി ബാബുവിൻ്റെയും മകനും അടിമാലി ശാലോം ഫെലോഷിപ്പ് സഭാംഗമായ ജോയൽ B വർഗീസും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2023 ആണ്ട് ഒക്ടോബർ മാസം 26-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10:30 മണിക്ക് അടിമാലി ശാലോം ഫെലോഷിപ്പ് സഭയുടെ ചുമതലയിൽ അടിമാലി 1000 ഏക്കർ സെന്റ് തോമസ് കത്തോലിക്ക പാരിഷ് ഹാളിൽ വെച്ച് നടത്തി. വരന്റെ വീട്ടിൽ ഗൃഹപ്രവേശം നടത്തുവാൻ ഇന്നേ ദിവസം വേണ്ടപ്പെട്ടവർ കൂടി ആലോചിച്ച് വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്നു. അതിനകത്ത് വധു വരൻ ഇവരുടെ പിതാക്കന്മാർ, 2 പേരുടെയും സഭാശുശ്രൂഷകന്മാർ, 2 സഭയുടെയും സഭാ പ്രതിനിധികൾ എന്നീ പ്രിയപ്പെട്ടവർ പേരെഴുതി ഒപ്പിട്ടിരിക്കുന്നു. ഈ വായിച്ചതുപോലെ 26-ാം തീയതി അടിമാലി 1000 ഏക്കറിൽ വെച്ച ഈ വിവാഹം ശുശ്രൂഷ നടക്കും. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഏറ്റവും അനുഗ്രഹിക്കപ്പെടുകയും ആ വിവാഹ ശുശ്രൂഷ നടത്തപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാദപീഠമാകയാൽ കർത്താവെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടനുബന്ധിച്ച് അവിടുത്തെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യലേഖനായിരിക്കുന്ന നന്നല്ലായ നമ്മുടെ തക്ക തുണയൊരുക്കിയ കർത്താവെ, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുന്നു. ഇത് ദൈവത്താൽ സംഭവിച്ചു. നമ്മുടെ ദൃശ്യലോ ആശ്ചര്യമെന്ന് പറയത്തക്കതായ കർത്താവ് അത്ഭുതം ചെയ്യുന്നത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത് കുടുംബങ്ങളുടെ പ്രാർത്ഥന, ഏഴ് സമയങ്ങളിൽ പ്രാർത്ഥനയുടെ ഫലമായി കർത്താവിനെ വേണ്ടി ദൈവം ഒരുക്കി നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൃഢമായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവിന്റെ സമർപ്പിക്കുകയാണ്. അല്ലെങ്കിൽ കർത്താവെ മണവാളന്റെ ആ ആഗമനത്തിനെ കാത്തിരിക്കുന്ന സഭയെ പോലെ കർത്താവെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഫലമായി ദൈവം തക്കത്തോടെ ഒരിക്കലും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയവരെ കർത്താവ് ഒരുക്കിയല്ലോ, അതിന്റെ മണവാളനായ ദൈവം കൊണ്ട് വേർതിരിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവിനെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കർത്താവിന്റെ അഭിഷിക്തന്മാരെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. കർത്താവിന്റെ സാന്നിധ്യവും അവിടുത്തെ ആത്മാവിന്റെ കൃപയുടെ പകർന്നാനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു ദിവസം 26-ാം തീയതി കർത്താവിന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തപ്പെടുകയാണല്ലോ. കർത്താവെ അതിന്റെ ക്രമീകരണത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇരു സഭകളെയും കർത്താവെ അനുഗ്രഹിക്കണമേ. ഇരു സഭകളുടെ ദൈവദാസന്മാർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ നൽകിയ കർത്താവ് ഒരു കുടുംബത്തെ കൂടെ വേർതിരിക്കുന്നതായി നന്ദിയോടെ ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കുഞ്ഞുങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇനിയും തവരനെയും വധുവിനെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ആ മണവാളന്റെ വരനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സഭയെ പോലെ അവരെ ആ കർത്താവ് ചേർത്ത് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ശവം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ ചന്തവിധമായി ചേരുവാൻ അഭിഷിക്തന്മാരെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. അവിടുത്തെ പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. യേശു ഞങ്ങളുടെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ഈ വേദിയിൽ താഴെ സംബന്ധിക്കുന്ന ബഹുമാന്യരായ കർത്തൃദാസന്മാർ, ഇരു കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന സഭാജനങ്ങൾ, സ്നേഹിതർ, ബന്ധുമിത്രാദികൾ, ഗായക സംഘം, വിശേഷാൽ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന പ്രിയ മക്കൾ, എല്ലാവരെയും ഞാൻ ഒറ്റ വാചകത്തിൽ
വന്ദനം ചൊല്ലുന്നു. കർത്താവല്ലവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതൊരു പ്രസംഗത്തിലുള്ള സമയം പറഞ്ഞപ്പോൾ ഇനി എപ്പോഴാണ് നിർത്തുന്നത് എന്നുള്ളത് പലരുടെയും മനസ്സിൽ വന്നെന്ന് എനിക്കറിയാം. ഞാനൊരു 10 മിനിറ്റാണ് കൊണ്ട് നിർത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളും പ്രാർത്ഥനയോടിരിക്കണം. ദൈവം ഇത്രയും കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ശുശ്രൂഷയിൽ തന്ന സാന്നിധ്യത്തിനായ ദൈവത്തെ സ്മരിക്കുന്നു. ഇവിടെ ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ട പ്രകാരം 26-ാം തീയതി ഈ വിവാഹം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ പ്രിയ മക്കളുടെ കുടുംബജീവിതത്തിൽ എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നൽകി അവരെ അനുഗ്രഹിക്കേണ്ടതിനും ഞാൻ കർത്താവിനോട് എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ അവർക്ക് അർപ്പിക്കുകയാണ്. എനിക്ക് ഈ സജീവനെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് അറിയാം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളയാണ്. അതുകൊണ്ട് മറ്റാരോടും എനിക്ക് ഇഷ്ടമില്ലെന്ന് വരുന്നില്ല കേട്ടോ. ഒത്തിരി ഇഷ്ടമുള്ളയാണ് അദ്ദേഹം. കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ നല്ല പ്രവൃത്തികളെ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ സൂക്ഷിക്കുന്ന ദൈവദാസൻ തന്നെ പറഞ്ഞതുകൊണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ നല്ല പ്രവൃത്തി അദ്ദേഹത്തിനും കുടുംബത്തിനും തലമുറകൾക്കും നീതിയായി കണക്കിടട്ടെ എന്ന് ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. വിവാഹം മനുഷ്യന്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു കാര്യമല്ല, ദൈവത്തിൻ്റെ ഒരു പദ്ധതി. ഇക്കാലത്ത് ചെറുക്കൻ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വരുമ്പോഴാണ് അറിയുന്നത് അവൻ്റെ കല്യാണം കഴിഞ്ഞെന്നുള്ളത്. വീട്ടുകാർ പെണ്ണ് ചെറുക്കനുമായിട്ട് വീട്ടിൽ വരുമ്പോഴാണ് കല്യാണം കഴിഞ്ഞെന്ന് അറിയുന്നത്. അങ്ങനൊരു കാലം നമ്മളെത്തി. അതിലൊന്നും പെടാതെ ഇരു കൂട്ടരും ചിന്തിച്ചും ആലോചിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ഇവിടെ ഈ കാര്യം ഇപ്രകാരം വരുന്നതിനാൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു വാക്യം വായിച്ച ചില മിനിറ്റുകൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 2-3 വാക്യം ഞാൻ ഇവിടെ വായിക്കും. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 2-3 വാക്യം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മലകനിയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വിവാഹ നിശ്ചയം ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളതാണ്. യേശുവിൻ്റെ അമ്മ മറിയ യോസേഫുമായിട്ടുള്ള കാര്യങ്ങൾ വിവരിക്കുന്നിടത്ത് മറിയയുമായി യോസേഫ് വിവാഹ നിശ്ചയം ചെയ്ത കാര്യം ഓർപ്പിക്കുന്നു. ഇന്ന് ഇവിടെ നിശ്ചയിക്കപ്പെട്ട ഈ വിവാഹം 26-ാം തീയതി നടത്താനാണ് ഇവിടെ താല്പര്യപ്പെട്ട് പ്രാർത്ഥന. ഇപ്പോ മുതൽ ഈ ലിഡിയായുടെ മനസ്സിൽ ജോയ അല്ലേ, ശരി, ആ ജോയന്റെ മനസ്സിൽ ലിഡിയായി യേശുക്രിസ്തുവുമായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നവരുടെ ഹൃദയത്തിൽ വസിക്കുന്നതും വാഴുന്നതും മശിഹായുടെ ചിത്രമാണ് ആരോഹണം. കർത്താവിനെ രക്ഷകൻ കർത്താവുമായി സ്വീകരിച്ച് വചനപ്രകാരം നടക്കുന്നവർ അവരൊരു ദിവസം ഒരു ഉടമ്പടി ഒരു തീരുമാനമെടുത്തതാണ് വിവാഹ നിശ്ചയം ചെയ്ത. ആലങ്കാരിക ഭാഷയിൽ ദൈവവചനം പഠിപ്പിക്കുന്നത് പറയുന്നത് ക്രിസ്തുവിന്റെ സഭ മണവാട്ടി, ക്രിസ്തു മണവാളൻ. ക്രിസ്തു ഭക്തന്മാർ, ക്രിസ്തുവിന്റെ ശിഷ്യരായി തീർന്നിട്ടുള്ളവർ, ക്രിസ്തുവുമായി വിവാഹ നിശ്ചയം ചെയ്തവർ. അങ്ങനെയെങ്കിൽ വിവാഹം നടക്കേണ്ടതായിട്ടുണ്ട്. അത് കർത്താവിന്റെ വരവിൽ തന്റെ വരവിനായി കാത്തിരിക്കുന്ന ആ ഭക്തന്മാർക്ക് വേണ്ടി കർത്താവ് മടങ്ങി വരും. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു,
കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാലത്തെയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതും അനുഭവിക്കേണ്ടതുമായ സത്യം, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ പാപികളായി ജനിച്ച് വളർത്തപ്പെട്ടവരാണ്. ആ പാപത്തിന് ഒരു മോചനത്തിന് ആവശ്യമുണ്ട്. അതിനാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. യേശു ക്രിസ്തുവിന്റെ പാപജീവിതം ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷകരും കർത്താവുമായി സ്വീകരിച്ച് ദൈവവചനം പറയാൻ നടക്കുക, അതാണ് ദൈവമാകുന്നത്. യഹോവയെ ഭയപ്പെട്ടവരുടെ വഴികളിൽ നടക്കുക, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ വന്ന് കർത്താവിനെ പിൻപറ്റുന്ന ദൈവജനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. അവർക്ക് വേണ്ടി കർത്താവ് രണ്ടാമത് വരും, രണ്ടാമത് വെളിപ്പെടും. കർത്താവിനോടുകൂടെ അവരെ ആയിരിക്കും. എന്നാൽ ഈ പ്രത്യാശയില്ലാത്തവരോട് പറയട്ടെ, പാപം തെറ്റായ വഴികൾ ഉപേക്ഷിച്ച് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ച് ഒരു ദൈവമകനായി മകളായി ജീവിക്കാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കൂ. അവർക്ക് വേണ്ടി കർത്താവ് വീണ്ടും വരും. അങ്ങനെ വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രത്യാശയില്ലാത്തവർ യേശുവിനെ അംഗീകരിച്ചത് നല്ല ജീവിതത്തിനായി പരിശുദ്ധാത്മാവ് അവർക്ക് അവരുടെ ഹൃദയത്തിൽ ഇടപെടട്ടെ എന്ന് ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ധാരാളമായി എല്ലാവർക്കും നൽകട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. അതിൻ്റെ എല്ലാവിധമായ ലക്ഷണങ്ങളും സംഭവങ്ങളും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യാശയെ പുതുക്കാം, പ്രത്യാശയിലേക്ക് വരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ കുഞ്ഞുങ്ങൾക്ക് തക്ക സമയത്ത് വിവാഹം നടക്കുവാൻ അതുവരെയും ദൈവത്തിന്റെ കരുതലും കാവലും സൂക്ഷിക്കും. അവരുടെ എല്ലാ വഴികളിലും ദൈവം കാത്തവരെ അനുഗ്രഹിക്കട്ടെ. അവരുടെ ഭാവിയെ അനുഗ്രഹിക്കട്ടെ, കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. സമയം ക്രമീകരിച്ച് ഇപ്രകാരം തന്ന ദൈവദാസന് നന്ദി. ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പ്രിയ സൈജാന്റെ കുടുംബത്തിന് വേണ്ടി, പ്രിയ ലിഡിയയ്ക്ക് വേണ്ടി നിരന്തരമായി എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു മറുപടിയിലൂടെയാണ് ഇന്ന് ഈ വേദി ഒരുക്കപ്പെട്ടത്. രണ്ടാമതെന്ന് പറയുന്നത്, ഇവിടെ കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ ഈ പ്രിയ സൈജാൻ ഞങ്ങളുടെ ശാലയും ഗോസ്ബൽ ടീമിലെ ഒരു അംഗമാണ്. വളരെ മനോഹരമായിട്ട് അദ്ദേഹം പാട്ടുപാടും. ലജ്ജയില്ലാതെ സത്യത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന ഒരു കർത്തൃദാസനാണ്. ക്രൂശെടുത്ത ശിമയോന്റെ തലമുറ ക്രിസ്തുവിൽ പ്രസിദ്ധരായതുപോലെ ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് ആ നിലയിൽ ഒരു പ്രത്യാശയുണ്ട്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഈ ലിഡിയ എന്ന പേര് എനിക്ക് വളരെ ഇഷ്ടമുള്ള പേരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മകൾ ലഭിച്ചപ്പോൾ ആ മകൾക്ക് ഞാനിട്ട പേര് ലിഡിയ എന്നാണ്. ലുദിയ, ബൈബിളിലെ ലുദിയ വളരെ മാതൃകയുള്ള ലുദിയ ആയിരുന്നു. വിശുദ്ധ തിരുവഴുത്തില് ഒരു വിവാഹ ഒരുക്കത്തെക്കുറിച്ച്, തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ വായിക്കുന്നത് വിശദമായി ഒരു വിവാഹാലോചനയുടെ ചരിത്രമാണ്. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന് വേണ്ടി തെരഞ്ഞെടുക്കുവാൻ അബ്രഹാം എലിയാസറെ അയക്കുകയാണ്. പ്രാർത്ഥിച്ച് ഒരുങ്ങി എലിയാസർ കടന്നു പോവുകയും ആ കിണറിന്റെ വക്കത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നതായ വേളയിൽ ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ, ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കിണറിന്റെ അരികിലേക്ക് കടന്നു വരുന്ന യുവതികളുണ്ട്. എനിക്ക് കുടിക്കുവാൻ തരുമ്പോൾ എനിക്ക് മാത്രമല്ല, ഒട്ടകങ്ങൾ കൂടെ കോരി കൊടുക്കുന്ന പെൺകുട്ടി ആരാണോ അവളായിരിക്കട്ടെ എൻ്റെ യജമാനന് നീ നിയമിച്ചവർ. അപ്പോൾ ദൈവം നിയമിച്ച ഒരാളെ കണ്ടെത്താൻ എലിയാസറോട് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇസഹാക്കിന്റെ പ്രത്യേകത വെളിപ്രദേശത്ത് പ്രാർത്ഥിക്കുന്നവനാണ്. ഈ എലിയാസർ റിബേക്കയുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മാതാപിതാക്കൾക്ക് ബോധ്യപ്പെട്ടു, ഈ കാര്യം യഹോവയാൽ വരുന്നു. എലിയാസർ റിബേക്കയുമായി ഒട്ടകപ്പുറത്ത് കടന്നു വരുന്നതായ വേളയിൽ വിജനമായ സ്ഥലത്ത് പ്രാർത്ഥിക്കുന്ന ആ ഇസഹാക്ക്, അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇസഹാക്കിന് അവളിൽ ഇഷ്ടമായി, സ്നേഹമായി. അടുത്തൊരു പദം എങ്ങനെയാണ്, ഇങ്ങനെ തൻ്റെ അമ്മയെക്കുറിച്ചുള്ള മരണദുഃഖം എന്ത് ചെയ്തു, മാറിപ്പോയി. ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു യുവതി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ ഒരു ഒഴിവുണ്ടായിരുന്നു, അമ്മയുടെ ഒഴിവ്.
ആ ഒഴിവ് നികത്താൻ നിയമിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ സാന്നിധ്യം പര്യാപ്തമായി തീർന്നു. പ്രിയ ജോയൽ, ഞങ്ങൾക്ക് നിശ്ചയമുണ്ട് ഈ ലിഡിയ ഒരു വേക്കയാണ്. ജോയൽ ഇസഹാക്കിനെ പോലെയാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം 26-ാം തീയതി ആരംഭിക്കുമ്പോൾ മലമേലിരിക്കുന്ന പട്ടണം പോലെ തലമേൽ ശോഭിക്കുന്ന വിളക്ക് പോലെ ദേശത്തെ ക്രിസ്തീയ സാക്ഷ്യം വഹിച്ച് ഈ ജോയൽ കാൽ വെക്കുന്ന ഇടങ്ങളിൽ ദൈവവിശാലതകൾ വരുത്തട്ടെ. നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഈ മകളെ റാഹേലിനെയും ലേയെയും പോലെ ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെയും ഞാൻ പ്രദാനം ചെയ്യുന്ന പഴപ്പള്ളി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെയും ഞങ്ങളുടെ ഷാരിംഗ് ഗോസ്പൽ ടീമിൻ്റെയും എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹ ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ ഇത്രത്തോളം സഹായിച്ചതോർത്ത് ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ കർത്താവിന് മഹത്വം അർപ്പിക്കാറുണ്ട്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരുപാട് പ്രാർത്ഥന ഇവരുടെ പിൻപിലുണ്ട്. ഗുരുമാത്തി പാസ് പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം തക്ക തുണി അവർക്ക് നിങ്ങൾ നോക്കിക്കേ. അവരാങ്ങളെ പെങ്ങൾ പോലെ തന്നെ എന്തെങ്കിലും വ്യത്യാസമാണ്. ജോയലിനെ കണ്ടാൽ ഞങ്ങൾ സ്നേഹം കൊടുക്കും, സ്നേഹമാകും. ദുനിയാരെ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങളാണ്. അതാണ് രണ്ട് കൂട്ടർ. അതുകൊണ്ടൊക്കെ വിവാഹപ്രായമായ പെൺകുഞ്ഞുങ്ങളുള്ളവരും വിവാഹപ്രായമായ ആൺകുഞ്ഞുങ്ങളുള്ള അന്നേരം വിവാഹപ്രായമാകുമ്പോൾ അവരെ പ്രാർത്ഥിക്കണം. അവരൊരു കുഞ്ഞിനെ തരുമ്പോഴേ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കർത്താവിൻ്റെ പരമവിശ്വാസമായ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് നൽകും. അതൊരു ഒരു ഒരു ബുദ്ധിോപദേശമായിട്ട് ഞാൻ ഈ ഒരു അത് ഓർപ്പിച്ചതെന്നുള്ളേ ഉള്ളൂ. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ഇനി ആരെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ മകളുടെ വിവാഹം മകൻ്റെ വിവാഹം ഒത്തിരി ലേറ്റ് ആകുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും അത് ലേറ്റ് ആകുന്നില്ല. താമസിച്ച് കിട്ടുന്ന അനുഗ്രഹം വളരെ തിളക്കമുള്ളതായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കാരണം അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രാർത്ഥനയും കണ്ണുനീരും വീഴും. അതുകൊണ്ട് നിങ്ങൾ അങ്ങ് ആ വിഷയത്തിൽ നിരാശപ്പെടേണ്ട. പ്രാർത്ഥനയോടുകൂടി മുന്നേറുക. തക്ക സമയത്ത് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയെ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരോട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. തുടർന്ന് കൃതജ്ഞതയാണ് പ്രിയ മാത്യു ലിഡിയയുടെ ബ്രദറാണ്. അദ്ദേഹം മുൻപോട്ട് വന്ന് എല്ലാവർക്കും കൃതജ്ഞത അറിയിക്കുന്നതായിരിക്കും. അതിനായിട്ട് പ്രിയ മാത്യു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം പ്രത്യേക വിവാഹ നിശ്ചയത്തോടനുബന്ധിച്ച് കടന്നു വരുവാൻ ദൈവം നമുക്ക് അവസരങ്ങളെ ഒരുക്കിയതോർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഇങ്ങനെ ഒരു വിവാഹ ആലോചന കൊണ്ടുവന്ന സർവശക്തനായ ദൈവത്തിന് സകല മാനവും മഹത്വവും ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചതോർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. പ്രത്യേക ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായി ഇരിക്കുന്ന പാസ്റ്റർ, ഞങ്ങളുടെ സഭാ ശുശ്രൂഷകനായിരിക്കുന്ന ചെറിയ പാസ്റ്ററിന് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഇവിടെ സഭയിൽ കടന്നു വന്ന സമയം മുതൽ ദേവദാസൻ ഞങ്ങളോട് കാണിച്ച എല്ലാ സഹകരണങ്ങൾക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി ദേവദാസനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പ്രത്യേക ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ഞങ്ങളുടെ സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന പാസ്റ്ററിനെയും ഞങ്ങൾ നന്ദിയോട് ഓർക്കുന്നു. ഫിലിപ്പ് പാസ്റ്ററിനെ ഞങ്ങൾ നന്ദിയോട് ഓർക്കുന്നു. ദൈവം ഞങ്ങളുടെ സ്നേഹവും നന്ദിയും പ്രിയ പാസ്റ്ററിനെ ഞങ്ങൾ അറിയിക്കുന്നു. അങ്ങനെ അടിമാലിൽ നിന്ന് കടന്നു വന്ന പ്രിയ പാസ്റ്ററിനെയും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഇത്രയും ദൂരം യാത്ര ചെയ്തു വരുവാൻ ദൈവദാസനെ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ അടിമാലിൽ നിന്ന് കടന്നു വന്ന ദൈവദാസന്മാരുണ്ട്, അവരുടെ ബന്ധുമുഖാദികളുണ്ട്, ചർച്ചക്കാരുണ്ട്, സ്നേഹിതരുണ്ട്. എല്ലാവർക്കും ഈ തരുണത്തിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളെ സ്നേഹിച്ച് കടന്നു വന്നതോർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. പ്രത്യേക ഇവിടെ ദൈവം ഇവിടെ കൂട്ടിവരുത്തിയ ക്ഷണം സ്വീകരിച്ച് കൂട്ടിവരുത്തിയ എല്ലാവരെയും ഞങ്ങൾ ഈ തരുണത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ദൈവദാസന്മാർ സദസ്സിലുണ്ട്. അവരെയൊക്കെ പേരെടുത്ത് പറയണമെന്നുണ്ട്. എല്ലാവരും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്. ടി എം വർഗീസ് പാസ്റ്ററുണ്ട്, സന്തോഷ് പാസ്റ്ററുണ്ട്, ഗുരുദാസ് പാസ്റ്ററുണ്ട്, ജോർജ് പാസ്റ്ററുണ്ട്. ഇവരെല്ലാം ഗുരുദാസിൻ്റെ പേരെനിക്കറിയില്ല, സോറി, സജീവ് പാസ്റ്ററുണ്ട്. ഇവരെല്ലാം കടന്നു വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ അവർക്കെല്ലാം ദൈവനാമത്തിലുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. പ്രത്യേക
ഇന്ന് കടന്നു വന്ന എല്ലാവർക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സഭയിൽ നിന്നും കടന്നു വന്നവരുണ്ട്, ഞങ്ങളുടെ സ്നേഹിതരായിട്ട് കടന്നു വന്നവരുണ്ട്, ഞങ്ങളുടെ ദേശത്തിൽ നിന്നും കടന്നു വന്നവരുണ്ട്. എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവും നന്ദിയും ഈ തരുണത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. പ്രത്യേക ഈ ഓഡിറ്റോറിയം നമുക്കെല്ലാം കൂടി വരുവാൻ തക്കവണ്ണം ഒരുക്കിയ ഈ ഓഡിറ്റോറിയത്തിൻ്റെ എല്ലാ ഭാരവാഹികൾക്കുമുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഇതുപോലെ നമ്മളെ ഈ പ്രോഗ്രാമിൻ്റെ ശുശ്രൂഷകളെ ഇത്രയും മനോഹരമാക്കി തീർത്തത് ഗാന ശുശ്രൂഷയാണ്. പ്രിയ ഇവാഞ്ചലിസ്റ്റ് കൊച്ചുമോനെ അതിൻ്റെ മറ്റ് ടീം അംഗങ്ങൾക്കെയും ഞങ്ങളുടെ പ്രത്യേക നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തുടർന്നും നമ്മുടെ റിസപ്ഷൻ കാര്യങ്ങൾ, ഭക്ഷണ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പ്രിയ ബ്രില്യൻ്റ് അങ്കിളാണ്. അവരുടെ കേറ്ററിംഗ് സർവീസാണ് നമുക്കിവിടെ നമുക്കുള്ള ഫുഡ് ക്രമീകരിച്ചിരിക്കുന്നത്. അവരോടുമുള്ള സ്നേഹത്തെയും നന്ദിയും ഞങ്ങൾ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. പ്രത്യേക എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, ചെറിയ ടെൻഷനും ചെറിയ എന്താ പറയുന്നത് എല്ലാ ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്നാണ്. അനുഗ്രഹിക്കുന്ന ദിവസത്തിനായി നമ്മുടെ സംഗീതത്തിനായി സ്വോത്രം ചെയ്യും. രണ്ടാം മോഹന്റെ നാമത്തിൽ കൂടി ഞാനിവിടെ നമ്മുടെ വാക്കുകളെ കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുമ്പോൾ ഞങ്ങൾ കടന്നു പോകുന്നു. ഞങ്ങളെ കുഞ്ഞുങ്ങളെ സന്നിധിയിലൂടെ ആ ദിവസത്തായി ദേഹവൽക്കരഞ്ഞോടെ കർത്താവിനെ സ്തുതിക്കുന്ന സ്വോത്രം ചെയ്യാം. ദൂരെയുള്ള എല്ലാ ശുശ്രൂഷകളെ മാനിച്ചതിനായി ദൈവത്തിന് നന്ദി പറയുന്ന കർത്താവ്. പ്രത്യേകിച്ച് കർത്താവ് പ്രവേശിച്ചിരിക്കുന്ന പേറ്റോയിലെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാദാപ്പനെ കൈകാഴ്ച ആദരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ആദരണീയമായ കർത്താവർക്ക് വേണ്ടി ഒരുക്കിയതായ ഈ നല്ല ബന്ധത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ ഓർത്തപ്പെടുത്തുകയും നിശ്ചയം കർത്താവെ നിശ്ചയിച്ചതുപോലെ 26-ാം തീയതി അടിമാലി വെച്ച് കർത്താവിനെ താമസിച്ച് അനുഗ്രഹിക്കുന്ന നിലയിൽ ഞങ്ങളുടെ നിർവ്വാഹം നടത്താൻ എല്ലാവരും കർത്താവ് സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ പ്രിയ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അവരെല്ലാവരും നന്ദിമായി തീരുവാൻ ഈ ദിവസം പ്രാർത്ഥനയിലും ഒരു പുതിയ കുടുംബത്തിൽ എല്ലാ വിധമായ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും കർത്താവിനെ മാനിക്കണമേ. ആ ബന്ധമില്ലാത്തമായി ശ്രദ്ധിക്കുന്നു, പിതാവിനായി ശ്രദ്ധിക്കുന്നു, കർത്താവിന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കുമായി ശ്രദ്ധിക്കുന്നു. പ്രേമത്തോടെ നാം മാനിച്ച് അനുഗ്രഹിച്ചല്ലോ.
ദീർഘദർശനം അനുഗ്രഹിക്കണമേ. എല്ലാ ഉപവാസന്മാർക്കായി സ്തോത്രം. ഭവനങ്ങളിലെല്ലാവരും പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവിനെ ഞാൻ കേട്ടതുപോലെ ആരെങ്കിലും കർത്താവുമായുള്ള ബന്ധത്തിൽ ഇതുവരെ വന്നിട്ടില്ല എന്ന് വരിക. ഞങ്ങളുടെ വിവാഹ നിശ്ചയം ഒരു നല്ല മാത്രമായി എത്രയും വേഗം മധ്യാകാശം കഴിക്കാൻ പോകുമ്പോൾ കർത്താവിനെ കടന്നു പോകുമ്പോൾ കണ്ട വചനം സംഗ്രഹിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടാൻ എല്ലാത്തിനും കർത്താവ് സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും കൂടെ തിരിക്കണമേ. അനുഗ്രഹിച്ചല്ലോ. എല്ലാ കാര്യങ്ങളും കൂടെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം കർത്താവേ. സഹായിക്കണമേ. നാമത്തെ ഓർത്തപ്പെടുത്തണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ഉണ്ടായിട്ടുമാറാകട്ടെ. ആമേൻ. Together to a place where we can love forever. Take my hand and we will see tomorrow. Of sorrow, a love I never knew until I found you. I promise that I do believe that dreams come true. Miracles will be. Look at you and me. Heaven helped us to believe that dreams come true. To my dear
dearest friend on earth. There's no way to tell your worth. I could sail the distant sea, still be lonely. And God said it's not good for man to be alone. And I believe that you're my one and only. So come with me. You'll see when the sun is shining, we climb the mountain. When the leaves are falling, I'm falling for you. When the winter comes, I'll keep you warm. I'll carry you through a springtime love. I'll carry you through a springtime love. When our lives begun, when we became one. The seasons come and go, but my love for you does flow. And by the grace of God, who gave His life to you, I give my own. I give my own. When the sun is shining, we climb the mountain. When the leaves are falling, falling for you. When the winter comes, I'll keep you warm. I'll carry you through a springtime love. When the sun is shining, I'll climb the mountain. When the leaves are falling, falling for you. When the winter comes, I'll keep you warm. I'll carry you through a springtime love. I'll carry you through a springtime love. When our lives begun, when we became one. Through all the seasons life shall bring us, our love grows deeper, our roots run wild, and nothing shall be able to separate us from the love of God. Our love is an evergreen. Our love grows deeper, our roots run wild, and nothing shall be able to separate us from the love of God. When the sun is shining, when the leaves are falling, when the winter comes, I'll carry you through a springtime love. I'll carry you through a springtime love. When our lives begun, we became
sitting there, sweatpants, t-shirt, and a comfy chair. Her hair in a bun, one hand on a mug, and the other one's playing snare to a George Strait vinyl that yes or no line will get her close, but I don't think she can understand just how far I've been letting my heart fall and what's in my head. She don't know I got some big, big plans. Build a little house out on some hand-me-down land. Find a little island where we go to get tan. I bet we take our kids down there one day, and I know she wouldn't mind if I did a little something like find a flight overnight to paradise and late tonight. And I'ma put a diamond on her hand. She don't know I got some big, big plans. She don't know. She don't know. She don't know I got some big, big plans. She don't know. She don't know. She don't know. I already bought a ring, hid it in the bottom left drawer right beside the sink. Shiny emerald diamond on a brand new band. Asked her mama for permission and her daddy for a hand. I got some big, big plans. Build a little house out on some hand-me-down land. Find a little island where we go to get tan. I bet we take our kids down there one day, and I know she wouldn't mind if I did a little something like find a flight overnight to paradise and leave tonight. And I'ma put a diamond on her hand. She don't know I got some big, big plans. She don't know. She don't know. She don't know I got some big, big plans. She don't know. She don't know. Well, here I go, 'cause right now we're back in her hometown, and I'm down on one knee. I guess she finally figured out I'm gonna ask her to marry me. I got some big, big plans. Build a little house out on some hand-me-down land. Find a little island where we go to get tan. I bet we take our kids down there one day, and I know she wouldn't mind if I did a little something like find a flight overnight to paradise and leave tonight. And I'ma put a diamond on her hand. She don't know I got some big, big plans. She don't know. She don't know. She don't know I got some big, big plans. She don't know. She don't know. I've been reading books of old, the legends and the myths, Achilles and his gold, Hercules and his gifts, Spider-Man's control, and Batman with his fist. And clearly I don't see myself upon